ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നുകാലിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് 2 ആഴ്ചയായി. അപ്പോൾ ഈസ്റ്റർ അങ്ങനെയൊക്കെ പള്ളിയിൽ ഓരോ പ്രോഗ്രാമുകൾ, അത് പിന്നെ OBBS കുട്ടികളുടെ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, എനിക്ക് പ്ലാന്റ്സിനെ കുറേ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു. കാരണം പകലൊന്നും ഇല്ലായിരുന്നു ഇവിടെ, രാവിലെ പോയി വൈകിട്ടാണ് വരുന്നത്. എന്നാലും ഞാൻ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് പ്ലാന്റ്സിന്. ഇപ്പോഴത്തെ വെയിലറിയാലോ ഭയങ്കര, അതുപോലെ വൈകിട്ടും വന്ന് വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്താലും ഇത് ഷെയ്ഡിലാണ് വെച്ചത് നമ്മുടെ പെറ്റൂണിയ. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ഇനത്തിൽ വരുന്നതാണ്, പക്ഷെ നല്ല ഭംഗിയാണ്. എപ്പോഴും ഫ്ലവർ, അതായത് നല്ല രീതിയിൽ മുട്ടുകൾ വരുന്നു, നിറഞ്ഞു വന്നിട്ട് ഇതുപോലെ ഒത്തിരി ഉണ്ടാകും കേട്ടോ. അതായത് വയലറ്റും വെള്ളയും കൂടെ ചേർന്നൊരു നല്ല ഭംഗി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ, ഞാനിവിടെ ഇല്ലായിരുന്നാലും എനിക്ക് ഇതുപോലെ ഫ്ലവർ ഇട്ടിങ്ങനെ ഒത്തിരി ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെറ്റൂണിയൊക്കെ ഒത്തിരി വലിയ കെയറിങ് ഒന്നുമില്ല, ബോട്ടമിക്സൊക്കെ ഒന്ന് ഇച്ചിരി ശ്രദ്ധിച്ചാൽ മാത്രമേ. അത് കഴിഞ്ഞ് പിന്നെ അതിന് കൂടുതലും വേണ്ടത് തണൽ, പിന്നെ അത്യാവശ്യം വെള്ളം രാവിലെ വൈകിട്ടും. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്ന് വെച്ചാൽ നല്ല ആവറേജ്. ആദ്യം ഒരു ഫ്ലവറാണ് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇച്ചിരി കൂടെ വളർന്ന് ഇച്ചിരി കൂടെ ശിഖരങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി മുട്ടുകളും വന്ന് ഒത്തിരി പൂക്കളും ഇടാൻ തുടങ്ങി. അത് ഇതിൻ്റെ തന്നെ വേറൊരു മജന്ത കളറേ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും ഇങ്ങനെ ഫുള്ളായി വരുന്നേ ഉള്ളൂ, സെയിമാണ്. ഇതുപോലെ ഒത്തിരി ഇങ്ങനെ തുരുന്നുണ്ടാകുന്നൊരു വെറൈറ്റി കേട്ടോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വേറെ എടുത്ത് പിടിപ്പിച്ച് തൈകളാക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും നിറഞ്ഞ് പൂക്കളുണ്ടാകും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് കിളിപ്പൊക്കെ നല്ലതായിട്ട് പൊട്ടി വന്നു. ഈ പ്ലാന്റിന് ഇപ്പോൾ ഈ വെയിലത്തിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചാൽ മതി. അത്യാവശ്യം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതപ്പടി പൂക്കളെല്ലാം അങ്ങ് പോയി ഒരു ചുങ്ങിയ ഒരു ഇതായിപ്പോവും, കരിഞ്ഞ പോലെയൊക്കെ ആയിപ്പോവും. പക്ഷേ ഇതുകൊണ്ട് ഇതുപോലെ ഫ്രഷായിട്ട് നിൽക്കണം. അപ്പോൾ നല്ല ഭംഗി. തണലിൽ നോക്കിയാൽ മതി. ഈ വെയിലത്തൊക്കെ ഇതിന് കൂടുതലും തണൽ, എന്നാലും അത്യാവശ്യം വെയിലും കൊള്ളണം. നല്ല കളറല്ലേ. നമ്മളിതിൻ്റെ 1 പെറ്റലിൻ്റെ നാടൻ വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം കുറേയധികം വെറൈറ്റി റെഡും അങ്ങനെ മജന്ത, ഡാർക്ക് വയലറ്റ് അങ്ങനെയൊക്കെ ഉള്ള കളേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫ്ലവർ ഇട്ട് നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഉള്ള കളർ നമ്മൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓൺലൈൻ വഴി കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടാം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത കളറാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ. അപ്പം പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ സീഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളിത് പാകി കിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറാണ്. എപ്പോഴും ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് ഹൈബ്രിഡാണ്, പക്ഷേ എപ്പോഴും ഫ്ലവറാണ്, നിറഞ്ഞ പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ റെഡും വൈറ്റും കൂടെ ചേർന്ന് നല്ല ഭംഗിയല്ലേ, 2 കളർ മിക്സ് ചെയ്ത് വരുന്നത്. അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അങ്ങനെയാണ് കൂടുതലും ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇതിന് കുറച്ച് വെള്ളമൊക്കെ തൽക്കാലം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ. പിന്നെ ഞാൻ കൂടുതലും ഉണക്ക ചാണകപ്പൊടിയൊക്കെയാണ് കൊടുത്തൊഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.